ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1627. ഇന്ന് ജൂൺ മാസം 14-ാം തീയതി 166-ാമത്തെ ദിവസത്തിലെത്തി. ഉത്തരവാദിത്തങ്ങള് പരമാവധി ഒഴിവാക്കാനാണ് നമ്മൾ ഓരോരുത്തരുടെ ശ്രമം. മറ്റാരെങ്കിലും അത് ഏറ്റെടുത്തിരുന്നെങ്കിൽ, മറ്റാർക്കെങ്കിലും അത് ഒന്ന് കൈമാറിക്കൊടുത്തിരുന്നെങ്കിൽ, ഞാനെന്തിനാണ്, നമ്മളെന്തിനാണ് ഇത്രത്തോളം വലിയ ഭാരങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്? എല്ലാ കാലത്തും മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും ചിന്തിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും മറിച്ചായിരുന്നില്ല. ഒരു വലിയ ജനക്കൂട്ടം കൂടെയുണ്ട്. അവർക്ക് നന്നായി വിശക്കുന്നുണ്ട്. അവർക്ക് മാത്രമല്ല, ഈ ശിഷ്യന്മാർക്കും വിശക്കുന്നുണ്ടാവും. യേശുവിനോട് പറയുകയാണ്, വിജന സ്ഥലമാണ്, നല്ല ആൾക്കൂട്ടമുണ്ട്, അതുകൊണ്ട് ആഹാരം ആവശ്യവുമാണ്. പട്ടണങ്ങളിൽ ചെന്ന് ഭക്ഷണം വാങ്ങാനായിട്ട് ഇവരെ പറഞ്ഞയക്കണം. എളുപ്പമുള്ളൊരു പരിഹാരമാണ്, സൊല്യൂഷനാണ്. ഒന്നും പ്രത്യേകിച്ച് ഏറ്റെടുക്കേണ്ട. ഇതിനകത്ത് റിസ്ക് ഫാക്ടർ ഒന്നുമില്ല. എത്ര എളുപ്പമാണ് പരിഹാരം കാണുന്നത്. അവരെ അങ്ങ് പറഞ്ഞയച്ചേക്കുക, അവർ പോകുന്ന വഴി ഭക്ഷണവും കഴിച്ചോളൂ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളോടുള്ള സമീപനം ഇങ്ങനെയാണ്. അവനവന്റെ ഉത്തരവാദിത്തങ്ങള് നമ്മളിങ്ങനെ പരിമിതപ്പെടുത്തി അവനവന് വെളിയിലേക്ക് ഒട്ടും ഇല്ലാതാക്കി കഴിഞ്ഞൊരു കാലത്ത് യേശു പതിയെ പഠിപ്പിക്കുകയാണ്, ഒരു സമൂഹത്തിന്റെ, ഒരു ആൾക്കൂട്ടത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന്. ശിഷ്യന്മാര് അങ്ങനെ ആകണമെന്ന് യേശു പറഞ്ഞു. അത് വേണ്ട, ആഹാരത്തിനായിട്ട് അവരെ പറഞ്ഞു വിടണ്ട, മറിച്ച് നിങ്ങളവർക്ക് ആഹാരം കൊടുക്കണം. 5 അപ്പം കൊണ്ടുള്ള യേശുവിന്റെ മഹാത്ഭുതത്തിലേക്കാണ് സംഗതി നീങ്ങുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തില് എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരത്തില് ഉത്തരവാദിത്തമില്ലാതെ നമ്മൾ പെരുമാറുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സഹായം, ഒരു ഇടപെടൽ, സഹജീവികളോടൊരു ആഭിമുഖ്യം പുലർത്തേണ്ട അവസരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഉൾവലിയാറാണ് ചെയ്യാറ്. ഒന്നത് സ്വയം ഒന്ന് പരിശോധിക്കണം കേട്ടോ. ചില ആപത്തുകളൊക്കെ ഒന്ന് ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതത്തിനൊരു ഭംഗിയുള്ളത്? അതിങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് സ്വച്ഛമായി ഒഴുകിയാൽ അതിനകത്ത് എന്താണൊരു സുഖമുള്ളത്, ഒരു സംതൃപ്തിയുള്ളത്? മറിച്ച് പുത്തൻ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കണമെന്നേ. അത് സഹജീവികളോട് ഉള്ള എന്റെ നിങ്ങളുടെയും ആഭിമുഖ്യം തന്നെയാണ്, അനുഭാവം തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മളൊക്കെ നല്ല യേശു ശിഷ്യരായിട്ട് മാറുന്നത്. അങ്ങനെ ആവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ആമേൻ.